രണ്ടാം കെട്ട്. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഇന്നവൻ വരുമ്പോ കരഞ്ഞിട്ടാണേലും കാല് പിടിച്ചിട്ടാണേലും വേണ്ടില്ല, ചേച്ചി അവനെ പിടിച്ചു കെട്ടിക്കാനുള്ള വക നോക്കിക്കോണം. വയസ്സേ ഒന്നും രണ്ടുമല്ല, 30 കഴിഞ്ഞു ചെറുക്കന്. അടുപ്പിലിരുന്ന് കൂർക്കമെഴുക്ക് വരട്ടി താഴേക്ക് എടുത്തു വെക്കുന്ന വഴിക്ക് ഗിരിജയെ നോക്കിക്കൊണ്ടായിരുന്നു വീണ അത്രയും പറഞ്ഞത്. അതൊക്കെ ശരിയാ വീണേ, പക്ഷെ ചെറുക്കൻ എന്തിനുമെങ്കിലും ഒന്ന് അടുക്കണ്ടേ? ഒരു നെടുവീർപ്പോടെ ഗിരിജ വീണയെ നോക്കി. അങ്ങനെ ചെറുക്കൻ അടിക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ നോക്കിയിരുന്നാൽ വയസ്സങ്ങ് കയറി കയറി പോകും. പിന്നെ മൂക്കിൽ പല്ല് വന്ന് ചെറുക്കനെ കെട്ടാൻ പെണ്ണാരും ഉണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് 30 വയസ്സെന്നൊക്കെ പറയുന്നതേ പെമ്പിള്ളേർക്ക് കിളവന്മാരാണ്. ഇതിപ്പോ നമ്മുടെ കൊച്ചായതുകൊണ്ടാ ഒന്നും നോക്കാതെ അവനെ കെട്ടാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ചേച്ചി അതായി ഇതായി ഈഴലിട്ട് കയ്യിൽ വന്ന നല്ല ആലോചന വെറുതെ തള്ളിക്കളയരുത്. ഉപദേശം പോലെ പറയുന്ന വീണയെ കേട്ടുകൊണ്ട് നിന്നപ്പോഴും ഗിരിജയുടെ മനസ്സിൽ മകനെ പറ്റിയുള്ള ആശങ്കകൾ മാറിയില്ല. ചേച്ചി കൂടുതലൊന്നും ആലോചിക്കണ്ട, എന്തായാലും അടുത്ത മാസത്തോടെ അവന്റെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആകും. അപ്പൊ പിന്നെ ചെറുക്കൻ തിരക്കും ആവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഈ മാസം തന്നെ എല്ലാം ഒന്ന് ഒതുക്കാൻ ചേച്ചി ഒന്ന് ഉത്സാഹിക്കുക. ഈ മാസം തന്നെയോ? നീ എന്തോ വീണ ഈ പറയുന്നതൊക്കെ? അമ്പരന്നുകൊണ്ട് നാത്തൂനോട് പറഞ്ഞ് മീൻ ചട്ടിയിലെ മീനുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും വീണ ഓടി വന്ന് ചട്ടിയിൽ കയറി പിടിച്ചു. എന്റെ പൊന്നു ചേച്ചി, ഇന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കല്യാണം നടത്താം എന്ന രീതിയിലാണ് ചേട്ടന്റെ കുടുംബം. അറിയാമല്ലോ, മായയ്ക്ക് വേണ്ടതൊക്കെ അജയൻ ചേട്ടൻ പണ്ടേ എടുത്തു വെച്ചതാണ്. എന്റെ ആങ്ങളുടെ മോളായതുകൊണ്ട് പറയുകയല്ല, ചേച്ചിക്ക് മായമോളെ പോലൊരു നല്ല പെങ്കൊച്ചിനെ ഒരിക്കലും യദുവിന്റെ പെണ്ണായിട്ട് കിട്ടില്ല. അവസാനം നോക്കിയും പിടിച്ചുമിരുന്ന് നല്ലൊരു പെങ്കൊച്ചിനെ കയ്യിൽ നിന്നും കളയരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇടം കണ്ടിട്ട് അവരെ നോക്കിക്കൊണ്ട് വീണ പറഞ്ഞു നിർത്തിയതും അവരൊന്നും മൂളി. അല്ല, ഇതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടു, ആ പെണ്ണും കൊച്ചും എന്തേ? ചുറ്റുപാടും ഒന്ന് കണ്ണെറിഞ്ഞുകൊണ്ടായിരുന്നു വീണയുടെ ആ ചോദ്യം. അയ്യോ അതോ, കുഞ്ഞിന് വയ്യ വീണേ, മോൾക്ക് ഒരേ നിർബന്ധമായതുകൊണ്ട് അവള് കൂടെ തന്നെ എപ്പോഴും വേണം. അത് പറയുമ്പോൾ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞിരുന്നു ഗിരിജയുടെ മുഖത്ത്. ഹാ, ഇതാ ഇപ്പൊ നന്നായത്. കുഞ്ഞിനൊരു പനി വന്നു എന്ന പേരും പറഞ്ഞ് അകത്ത് കയറി ഇരിക്കുകയായിരിക്കും കൊച്ചമ്മ. എന്താ സുഖം. പണിയെടുക്കാൻ പിന്നെ ചേച്ചിയുണ്ടല്ലോ. സമയമാകുമ്പോൾ കയ്യും കഴുകിയിരുന്നാൽ ആഹാരവും റെഡി. അവര് പറയുന്ന ഓരോ വാചകത്തിലും വല്ലാത്തൊരു പുച്ഛമുണ്ടായിരുന്നു. ചേച്ചി വിഷമിക്കണ്ട, എന്റെ മായമോളൊന്ന് വന്നോട്ടെ, പിന്നെ ചേച്ചിയെ കൊണ്ട് ഒരു കുപ്പ പോലും അവൾ എടുപ്പിക്കില്ല. എന്റെ വീണ, നീ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇന്നൊരു ദിവസം കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് അവൾ ഈ അടുക്കളയിൽ കയറിയില്ല എന്നതൊഴിച്ചാൽ എന്നും ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നത് ദേവിമോളാണ്. എന്നിട്ടും പെണ്ണ് എനിക്ക് തേങ്ങ തിരുമാൻ പറ്റില്ലല്ലോ എന്ന് കരുതി വെളുപ്പിനെ ആ കുഞ്ഞുറങ്ങിയ സമയത്ത് വന്ന് 2 നാളികേരം മുഴുവനായി തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചു. ഒപ്പം രാവിലത്തേക്കുള്ള ഇഡലിയും കോരി ഒഴിച്ച് സാമ്പാറും ആക്കിയിട്ടാണ് ആ കുഞ്ഞ് പുറത്തേക്ക് പോയത്. ദേവിയെ വീണ കുറ്റം പറഞ്ഞത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഗിരിജ അപ്പോഴേ മുഖത്തു നോക്കി മറുപടി കൊടുത്തു. ഇത്രയും നേരം താൻ എന്തൊക്കെ പറഞ്ഞിട്ടും മറുത്തൊരു വാക്ക് പറയാതെ കേട്ടുകൊണ്ടിരുന്ന ഗിരിജയുടെ ദേവിയെ പ്രതിയുള്ള സ്നേഹം കണ്ടതും പല്ല് കടിച്ചു പിടിച്ച് വീണ ദേഷ്യമടക്കി നിന്നു. അപ്പോഴാണ് ദേവി അവിടേക്ക് ചെല്ലുന്നത്. മോൾ ഉറങ്ങിയോ ദേവി? ആ അമ്മേ, ഇതുവരെ വഴക്കായിരുന്നു, ഇപ്പൊ ഒന്നുറങ്ങി. ഇനി എന്തുണ്ടമ്മേ ബാക്കി ചെയ്യാൻ? വീണയെ നോക്കി ചിരിച്ചുകൊണ്ടവൾ ഗിരിജയോട് ചോദിച്ചു. പക്ഷെ അവിടുന്ന് സ്ഥിരം പുച്ഛമാണ് തിരിച്ചു കിട്ടിയത്. അതിപ്പോൾ ഏറെക്കുറെ പരിചയമായതുകൊണ്ട് അവക്കും അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. വീണയുടെ മുഖഭാവം ഗിരിജ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അത് കാര്യമാക്കാതെ അവർ വീണയോട് പറയുന്നതൊക്കെ പെണ്ണ് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്തു. ആ നേരത്താണ് ഗിരിജയുടെ ഫോണ് റിങ് ചെയ്യുന്നത്. യദുവായിരിക്കും മോളെ, എടുത്തോ. കുഞ്ഞിന്റെ പനി അറിയാനായി കുറച്ചു മുന്നേ അവൻ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചപ്പോ കിട്ടിയില്ല പോലും. അത് ഫോൺ ഓഫായിരുന്നു അമ്മേ. ഗിരിജ പറഞ്ഞതിന് മറുപടി പറഞ്ഞവൾ മിക്സി ഓഫ് ചെയ്തുകൊണ്ട് വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ യദുവേട്ടാ. അവളുടെ ശബ്ദം അപ്പുറം കേട്ടതും അവൻ ഫോണിലേക്ക് ഒന്നുകൂടി നോക്കി. അമ്മയെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. മോളുടെ വയ്യാഴികയൊക്കെ മാറിയതുകൊണ്ടാണോ നീ ഇപ്പോ അടുക്കളയിൽ കയറി നിൽക്കുന്നത്? ഗാംഭീര്യം നിറഞ്ഞ ചോദ്യം കേട്ടതും പെണ്ണൊന്നു പകച്ചു. അത് പിന്നെ യദുവേട്ടാ, കുഞ്ഞുറങ്ങി, അതുകൊണ്ടാ ഞാൻ. പേടിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. അവൾക്ക് വയ്യാതാകുമ്പോൾ നിർബന്ധം കൂടുതലാണെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. മര്യാദയ്ക്ക് പോയി കുഞ്ഞിന്റെ അടുത്തിരിക്കടി.
ഫോണിൽ കൂടിയുള്ള അവന്റെ ചാട്ടം കേട്ടതും പെണ്ണ് പേടിച്ചുകൊണ്ട് ഗിരിജയെ നോക്കി. ഫോണിന്റെ സ്പീക്കർ വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ കാര്യം വീണ്ടും പറഞ്ഞു കൊടുക്കാതെ വീണയും ഗിരിജയും അത് മുഴുവനായി കേട്ടിരുന്നു. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കടി. അടുത്ത അലർച്ചയെത്തിയതും അവൾ വേഗം അമ്മയുടെ കയ്യിൽ ഫോണും കൊടുത്ത് അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹലോ മോനെ. അവള് അടുക്കളയിൽ വന്നപ്പോൾ പറഞ്ഞു വിടാൻ അമ്മയ്ക്ക് വയ്യായിരുന്നോ? അത് മോനെ, കുഞ്ഞുറങ്ങിന്ന് പറഞ്ഞതുകൊണ്ടാ. അത് കേട്ടതും അമ്മ സമ്മതിച്ചു അല്ലേ? അവന്റെ ദേഷ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തോണ്ട് ഗിരിജ മറുപടി ഒന്നും പറയാൻ നിന്നില്ല. അമ്മായിയമ്മയും മരുമോളും കാണിക്കുന്ന അഹങ്കാരത്തിന് എന്റെ കുഞ്ഞെങ്ങാണം കരഞ്ഞ് അതിന് വല്ല വിമിഷ്ടവും വന്നാൽ മോൾക്ക് കുറവുണ്ട് ഏതു. അവനെ സമാധാനിപ്പിക്കാൻ അവർ പറഞ്ഞതും ചെറുക്കൻ ഒരു നിമിഷം നിശബ്ദനായി. യദു, അവനെ പോയിട്ടുള്ളൂ അമ്മേ, അതും നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചുകൊണ്ട്. അറിഞ്ഞോ അറിയാതെയോ പോലും അമ്മുമോൾക്കും ദേവിക്കും ഒരു കുറവും നമ്മുടെ വീട്ടിലുണ്ടാകരുത്. അത് അതവന്റെ ആത്മാവിനെ വേദനിപ്പിക്കും. പറഞ്ഞു തീരുമ്പോഴേക്കും അവന്റെ ശബ്ദം ഇടറിയതേ ഉള്ളൂ എങ്കിൽ ആ അമ്മ കരഞ്ഞുപോയിരുന്നു. അമ്മ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഒന്ന് ഓർപ്പിച്ചതാണ്. യദു മോനെ. അമ്മയ്ക്കൊറ്റയ്ക്ക് അടുക്കളയിൽ വയ്യെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ 2 പൊതി വാങ്ങിക്കൊണ്ടുവരാം. താൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് സങ്കടമായി എന്ന് മനസ്സിലായവൻ അല്പം സമാധാനത്തോടെ പറഞ്ഞു. വേണ്ടടാ മോനെ, വീണ വന്നിട്ടുണ്ട്. അവളും കൂടി സഹായിച്ച് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നീ പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. അമ്മായി എന്താ പെട്ടെന്ന്? അത് കേട്ടതും സൈഡിൽ നിന്ന വീണ ഓടിക്കൊണ്ടുവന്ന് ഗിരിജയുടെ കാര്യം പറയെന്ന് പറഞ്ഞ് മൂട്ടാൻ തുടങ്ങി. പക്ഷെ ഈ സമയത്ത് കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് എന്നാൽ അവന്റെ പ്രതികരണം എങ്ങനെയാകും എന്ന് ഊഹമുള്ളവർ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ശോ, ചേച്ചി എന്തു പണിയാ കാണിച്ചത്? നല്ലൊരവസരമല്ലായിരുന്നോ ഇത്? വെറുതെ അതുകൊണ്ടുപോയി നശിപ്പിച്ചു. എന്റെ പൊന്നു വീണെ, നിനക്കവനെ നന്നായിട്ട് അറിയാലോ. ഒന്നാമത് കുഞ്ഞിന്റെ അസുഖം കാരണം അവൻ നല്ല ടെൻഷനിലാണ്. അതിന്റെ ഇടയ്ക്ക് ഇതെങ്ങാനും പറഞ്ഞുകൊണ്ട് ചെന്നാൽ പറപ്പിക്കും ചെറുക്കൻ നമ്മളെ. ഇത്തിരി ചൊടിയോടെയാണ് ഗീത അത് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചേച്ചി പറഞ്ഞത്. താൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായ വീണ പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചു. ചേട്ടൻ മരിച്ചുപോയ കുഞ്ഞിനോടുള്ള അനിയന്റെ സ്നേഹവും കാര്യവും ഒക്കെ ശരി തന്നെ. എന്ന് വെച്ച് സ്വന്തം കാര്യം നോക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ തന്നെ ആ പൊടിക്കൊച്ചവനെ അച്ഛാന്നല്ലേ വിളിക്കുന്നത്. നിങ്ങൾ ആരും ഒട്ടും അത് തിരുത്തുന്നതുമില്ല. വീണേ, ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. എന്തായാലും യദു വരുമ്പോൾ മായമോളുടെ കാര്യം ഞാൻ ഇന്ന് തന്നെ സംസാരിച്ച് അതിലൊരു തീരുമാനത്തിലെത്താം. ഏതാണ്ട് തീരുമാനം പോലെ ഗിരിജ പറഞ്ഞതും മനസ്സിൽ മുറ്റി നിന്ന് ചിലത് പറയാൻ സാധിക്കാത്ത വിഷമത്തിൽ വീണ പല്ല് കടിച്ചു പിടിച്ചു നിന്നു. പക്ഷെ തീരുമാനമാക്കാമെന്ന് പറഞ്ഞതിന്റെ ഒരു സന്തോഷം അവര് കുറച്ചും കണ്ടില്ല. അങ്ങനെ പിന്നെയും എന്തൊക്കെയോ കാര്യമായി പറഞ്ഞും ദേവിയെ മൂക്കും മുഖവും കാണിച്ചും വൈകുന്നേരത്തോടെ വീണ പോയി. രാത്രി ഏതാണ്ട് 7 മണി കഴിഞ്ഞു യദു വീട്ടിലെത്താൻ. ബുള്ളറ്റ് കൊണ്ടുവന്നത് സ്റ്റാൻഡിൽ ഇട്ടപ്പോൾ തന്നെ എന്തോ ഓടി വന്ന് കാലിൽ ചുട്ടിയിരുന്നു. ചേ, വിളി കേൾക്കേണ്ട താമസം യദു കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്തു. ആരിത്? അച്ചയുടെ അമ്മാളൂട്ടിയാണോ? ആ, ചേടെ മാളൂത്തിയാ. അവനെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ആ കുഞ്ഞരിപ്പല്ലികൾ കാണിച്ച് ചിരിച്ചു. അച്ചടാ, എന്റെ കുഞ്ഞുമാളുവിന്റെ വാവൊക്കെ മാറിയല്ലോ. അവളെയും എടുത്ത് സിറ്റൗട്ടിലേക്ക് കയറും വഴി ചെക്കൻ ചോദിച്ചു. ഇല്ലച്ചേ, മായില്ല. ചുണ്ടു പിളർത്തി പെണ്ണു പറഞ്ഞതും അവന്റെ കണ്ണുകൾ ആ കുഞ്ഞു മുഖത്തേക്ക് പോയി. ഒപ്പം നാമം ചൊല്ലി എഴുന്നേക്കുന്ന അമ്മയുടെയും അച്ഛന്റെയും മുഖത്തേക്കും. അതെന്താ പൊന്നെ? സോപാനത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവൻ മോളെ മടിയിലേക്ക് കയറ്റിവെച്ചു. അത് ഉപ്പ നിച്ച് കിന്തജോയ് മേച്ച് തന്നില്ല, അതുകൊണ്ട് പനി പോയില്ലച്ചേ. അപ്പോഴേക്കും ആ കുഞ്ഞിക്കവളൊക്കെ ചുവന്ന് പെണ്ണ് കരയുന്ന മൂടിലായി. അയ്യോ അയ്യോ അയ്യോ, അച്ചയുടെ കുഞ്ഞുമോള് കരയല്ലേ. എന്റെ പൊന്നിന് എത്ര ചോക്ലേറ്റ് വേണം? അച്ഛ വാങ്ങിത്തരുമല്ലോ. ചോക്ലേറ്റ് അല്ലച്ചി, കിന്തജോയ്. കരയാൻ തുടങ്ങിയ കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് അവനെ ദേഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ സോറി, മോള് കരയണ്ട, നമുക്കിപ്പൊ തന്നെ പോയി വാങ്ങാം. അപ്പൊ തന്നെ അവൻ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. യദു, വേണ്ടടാ, ദേവി മോള് പറഞ്ഞതുകൊണ്ടാ ഞാനും വാങ്ങിക്കൊടുക്കാഞ്ഞത്. കുഞ്ഞിപ്പെണ്ണിന് ചുമയുള്ളത് കൊണ്ട് ചോക്ലേറ്റ് ചെല്ലുമ്പോൾ അത് കൂടും പോലും. അശോകൻ പറയുന്നത് കേട്ടതും യദു ഒന്നറച്ചു. ഇല്ലത്തേ,
കൂതില്ല, സത്യം, പീശച്ചേ. കുഞ്ഞിപ്പെണ്ണ് പിന്നെയും അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും യദു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വിഷമസ്ഥിതിയിലായി. ചീ! അമ്മൂട്ടി, ആവശ്യമില്ലാത്ത വാശി വേണ്ട കേട്ടോ. നിന്നോട് ഞാൻ വൈകുന്നേരം തന്നെ പറഞ്ഞതല്ലേ ചോക്ലേറ്റ് കഴിക്കാൻ തരത്തില്ലെന്ന്. യദുവിനുള്ള ചായയുമായി വന്നവൾ അത് അവന്റെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടതും ഛേ എന്നും പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്റെ കുഞ്ഞിനെ വഴക്ക് പറയിച്ച് കരയിച്ചോടി നീ. യദുവിന്റെ ചാട്ടം കേട്ടതിൽ ദേവി പേടിച്ചുകൊണ്ട് അമ്മയുടെ സൈഡിലേക്ക് മാറി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവി, എന്റെ കുഞ്ഞിനെ വെറുതെ കരയിക്കരുതെന്ന്. അല്ലെങ്കിലേ അവനെ കാണുന്നത് ദേവിക്ക് പേടിയാണ്. അതിപ്പോ അല്ല, പണ്ട് മുതലേ. ഒപ്പം ദേഷ്യപ്പെട്ടുകൂടെ ചെയ്താൽ പെണ്ണുവിന് പഞ്ചായത്തിൽ വരില്ല. ഒരിക്കൽ കൂടി അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൻ കുഞ്ഞിനെയും കയ്യിലെടുത്ത് റോഡിലേക്ക് ഇറങ്ങി. നിങ്ങൾ രണ്ടിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവൻ വൈകുന്നേരം വന്നാൽ പെണ്ണ് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചെടുക്കുമെന്ന്. ഗിരിജ പറയുന്നത് കേട്ടതും അശോകനും ദേവിയും പരസ്പരം ഒന്ന് നോക്കിയിട്ട് മെല്ലെ ചിരിച്ചു. കാവും ഭാഗത്തെ അശോകനും ഗിരിജയ്ക്കും രണ്ടാൺമക്കളാണ്. സിത്തുവും അവന് 1 വയസ്സ് എളുപ്പത്തിൽ യദുവും. ചേട്ടനും അനിയനുമായിരുന്നെങ്കിലും അവർ തമ്മിൽ ഒരുതരം എടാപോട വിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു മറ്റേയാൾ. കുഞ്ഞിലെ മുതൽ സിദ്ധുവിന്റെ ഒരേ ഒരു ആഗ്രഹം പട്ടാളമായിരുന്നു. അത്രയും തീവ്രമായ ആഗ്രഹമായതുകൊണ്ടാകും ചെറിയ പ്രായത്തിൽ തന്നെ അവൻ പട്ടാളത്തിൽ കയറി. യദുവിന് പിന്നെ പണ്ടേ പട്ടാളം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ പഠിത്തം കഴിഞ്ഞ് ഗൾഫുകാരനുമായി. അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷത്തിൽ പോയിരുന്ന സമയത്താണ് 3 കൊല്ലം മുന്നേ സിദ്ധുവിന്റെ കല്യാണം ഉറപ്പിക്കുന്നത്. അതും അശോകന്റെ ആത്മമിത്രത്തിന്റെ മകളുമായി. കുഞ്ഞിലെ മുതൽ കുടുംബക്കാർക്ക് നന്നായി അറിയാവുന്ന ബന്ധമായതുകൊണ്ട് തന്നെ ദേവിമോളുടെ കാര്യം വന്നപ്പോൾ ആർക്കും 2 അഭിപ്രായം ഉണ്ടായില്ല. കുഞ്ഞിലെ ദേവിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഒരു സഹോദരൻ മാത്രമായിരുന്നു അവൾക്ക്. അയാളാണെങ്കിൽ ഒരു ധർമ്മകല്യാണം നടത്തും പോലെയാണ് ദേവിയെ സിദ്ധുവിന് കെട്ടിച്ചു കൊടുത്തതും. അന്നും ഈ മായയുടെ ആലോചന വീണ കൊണ്ടുവന്നിരുന്നെങ്കിലും സിദ്ധുവിനും എല്ലാവർക്കും ദേവിമോളായിരുന്നു പ്രിയം. അങ്ങനെ ആ കല്യാണം നടന്നു. ലീവ് കഴിഞ്ഞ് അവൻ പോയി അടുത്ത മാസം തന്നെ അമ്മുമോളുടെ വരവറിഞ്ഞു. പക്ഷെ ദേവിക്ക് 5-ാം മാസമായിരുന്ന സമയത്ത് ബോർഡറിൽ നടന്നൊരു യുദ്ധത്തിൽ സിദ്ധു പോയി. എല്ലാവരും ഒരുപോലെ നടുക്കടലിൽ ആഴ്ത്തിയ വാർത്തയായിരുന്നു അത്. പക്ഷെ അതൊന്നും സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാവും ദേവി ആത്മഹത്യക്ക് ശ്രമിച്ചു. അന്ന് യദു കണ്ടതുകൊണ്ട് മാത്രം അത് നടന്നില്ല. ചേട്ടന്റെ മരണത്തിന് വന്ന് തിരിച്ചു പോകാൻ നിന്നവൻ പിന്നെ ആ പോക്ക് അത് കാരണം ഉപേക്ഷിച്ചു. ഇപ്പോ മോൾക്ക് 3 വയസ്സാവുന്നു. അശോകന് ടൗണിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. മകന്റെ മരണം കുറച്ചൊന്നുമല്ല അയാളെ തളർത്തിയത്. അതുകൊണ്ട് തന്നെ യദു അത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ഈ പോയ വർഷമാണ് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആക്കാം എന്നൊരാശയം അവൻ മുന്നോട്ട് വെക്കുന്നത്. അത്യാവശ്യം ലോണും സ്വർണവും ഒക്കെയായി എല്ലാം പണയത്തിൽ വെച്ചാണ് അത് പൂർത്തിയാക്കിയത്. തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ടും സിദ്ധുവിന്റെ കുടുംബം അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടും ദേവി ഇവിടെയാണ്. ആദ്യമൊക്കെ അവളെ അവിടുന്ന് പുറത്തു ചാടിക്കാൻ ഈ വീണ ചെറിയ കളികളൊന്നുമല്ല കളിച്ചത്. പക്ഷെ യദുവിന്റെ സ്വഭാവം നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ട് അവര് നേരിട്ടങ്ങനെ പ്രകടമായി ഒന്നിനും വന്നിട്ടില്ല. കാരണം ദേഷ്യം വന്നാൽ അവന് അമ്മയും അമ്മാച്ചനും ഒന്നും ഇല്ല. രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരത്താണ് പുറത്ത് കുഞ്ഞിപ്പെണ്ണിന്റെ ചിരിയും കളിയും കേൾക്കുന്നത്. കിന്തജോയ് കിത്തിയമ്മേ എന്നും പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് ഓടിക്കൊണ്ട് അടുക്കളയിൽ വന്നത് ഉയർത്തിക്കാട്ടി. കഴിച്ചോ കഴിച്ചോ, എന്നിട്ട് രാത്രിയിൽ കിടന്ന് ചുമയ്ക്കുമ്പോൾ ഞാൻ നിന്റെ ചെറിയച്ഛന്റെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കും. പറഞ്ഞു തീർന്നില്ല. ദേവിയുടെ അലർച്ച കേട്ട് എല്ലാവരും ഓടിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. എന്താ മോളെ, എന്തു പറ്റി? വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള ഗിരിജയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വന്നവൾ തൊട്ടു പിന്നിൽ കയ്യും കെട്ടി നിൽക്കുന്നവനെ കണ്ടതും ഉമിനീരിറക്കി. ഇത് ചെയ്യച്ചനല്ല, അച്ചായ, അല്ലേ അച്ചി? കരഞ്ഞുകൊണ്ട് കുഞ്ഞുപോയി അവന്റെ നേരെ കൈ നീട്ടിയതും യദുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറി. ചേ! താൻ പറഞ്ഞതിന് മറുപടി പറയാതെ നേരെ നോക്കി നിൽക്കുന്നവന്റെ മുഖം തന്നിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് കുഞ്ഞു വിളിച്ചതും, ആടി മാളൂട്ടി, ഞാൻ നിന്റെ അച്ഛയാ, ഞാനാ നിന്റെ അച്ഛൻ. വല്ലാത്തൊരു കടുപ്പത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഒപ്പം വെട്ടിത്തിരിഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും എടുത്തവൻ പോകുന്ന കണ്ട് ഗിരിജയും അശോകനും നോക്കി നിന്നു. ഇന്നിപ്പോ വീണ്ടും ഈ തിരുത്തലുണ്ടാവാൻ എന്തുണ്ടായി? കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അശോകന്റെ ചോദ്യം കേട്ടതും അവൾ കണ്ണു നിറച്ചുകൊണ്ട് തല കുമ്പിട്ടു. എന്നാൽ കരഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ സങ്കടത്തിന് പിന്നിലുള്ള കാര്യത്തെപ്പറ്റി ഗിരിജയ്ക്ക് ഏതാണ്ടൊക്കെ ഒരു ഊഹമുണ്ടായിരുന്നു. ചോദിക്കണ്ട അച്ഛാ, അവൾ പറയില്ല.
അല്ലെങ്കിലും നന്മമരം കളിക്കാൻ ഇവളും മിടുക്കിയ. എന്തെങ്കിലും ഞാൻ വീണമ്മായി ഒന്ന് വിളിക്കട്ടെ. ഈ സൂക്കേട് ഇതോടെ ഞാൻ നിർത്തിക്കോളാം. അകത്തേക്ക് വന്നവൻ ഒച്ചയെടുക്കുന്ന കേട്ടതും അശോകനും കാര്യം മനസ്സിലായി. അയ്യോ യദുവേട്ടാ, ഒന്ന് വിളിച്ചു ചോദിക്കല്ലേ. അമ്മായി ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. അവൻ വിളിച്ചാൽ അതെന്താകുമെന്ന് ഊഹമുള്ളവൾ പെട്ടെന്ന് അവനോട് കയറി പറഞ്ഞു. പിന്നെ അവരെ എന്തുദ്ദേശത്തിൽ പറഞ്ഞതാടി? അടുത്തേക്ക് ചെന്നവളുടെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചതും പെണ്ണ് ഭയന്നു. യദു, എന്താടാ? എന്താ അച്ഛൻ കാണുന്നില്ലേ? 1000 തവണ ഇവളോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന്റെ മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വലിച്ചു വാരി ഇട്ടുകൊടുക്കരുതെന്ന്. കഴിഞ്ഞ തവണ ഇവളുടെ നന്മമരം കളിയിൽ എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് അത് എത്ര ദിവസം പനിച്ചു കിടന്നു എന്ന് നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ. ഒന്നാമത് വയ്യാത്ത കുഞ്ഞാണ്. അതിന്റെ ഇടക്കല ഇവളുടെ. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവളെ ഒന്നുകൂടി ദഹിപ്പിച്ചു നോക്കിക്കൊണ്ടവൻ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്താ മോളെ? മായ ഈ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞ് അവളുടെ ഭർത്താവിനെ അച്ഛനെന്ന് വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്കിരുന്നു. അത് കണ്ടതും ഗിരിജയ്ക്കും അശോകനും വല്ലാത്ത സങ്കടമായി. എന്റെ പൊന്നു മോളെ, ഇതുവരെ ഈ വീട്ടിലേക്ക് വരാത്ത ഏതോ ഒരുത്തിക്ക് വേണ്ടിയാണോ നീ എന്റെ കുഞ്ഞിനോട്? ആ കുതിരചാടി പെണ്ണിനെ അല്ലെങ്കിൽ നമ്മുടെ ഏതു കെട്ടുവോന്ന് പോലും അറിയില്ല. പിന്നെ ആർക്കെങ്കിലും അവളെ പോലെ ഒരു മരംകേറി പെണ്ണിനെ മരുമോളായിട്ട് വേണമെന്ന് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം മോന്റെ സ്വഭാവം കൂടി ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഗിരിജയെ നോക്കി ദഹിപ്പിച്ചത് പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. പോട്ടെ മോളെ, നീ ചുമ്മാ ആവശ്യമില്ലാതെ അവളുടെ വാക്കം കേട്ട് ഗിരിജയും അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അന്ന് രാത്രി ആഹാരം കഴിക്കാൻ എത്ര വിളിച്ചിട്ടും യദു വന്നില്ല. പിറ്റേന്ന് രാവിലെയും ഇതുതന്നെയായി അവസ്ഥ. യദു പിണങ്ങിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നും രാവിലെയും വൈകിട്ടും ദേവിയുടെ കൈ കൊണ്ട് ഒരു ചായ നിർബന്ധമായിരുന്നവൻ അതുകൂടി മുടക്കിയതും അവൾക്ക് മനസ്സിലായി കാര്യം ഒരുപാട് സീരിയസ് ആണെന്ന്. അമ്മേ, കണ്ണ് നിറച്ച് പിന്നെ നിൽക്കുന്നവളെ കണ്ടതും ഗിരിജ വേഗം അടുത്തേക്ക് ചെന്നു. ചായയും വാങ്ങിയില്ല. പറയുമ്പോഴേക്കും അവള് കരഞ്ഞുപോയി. നിനക്കറിയാലോ മോളെ അവന്റെ ദേഷ്യവും വാശിയും. ഞാൻ അങ്ങനെ പറഞ്ഞതിന് ഇപ്പൊ തന്നെ ഒരുപാട് വട്ടം മാപ്പ് പറഞ്ഞമ്മേ. എന്നിട്ടും അമ്മയൊന്ന് സംസാരിക്കുമോ? നന്നായി. എന്റെ മോനാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഒരു തരം മൊരട്ട് കാളുടെ സ്വഭാവം ആ ചെറുക്കന്. ആരുടെ ദേഷ്യം കിട്ടിയതാണോ ആവോ. ഇനി ഞാൻ വല്ലതും നിന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്റെ തല തല്ലി പൊളിക്കും ചെറുക്കൻ. അത് സത്യമായതുകൊണ്ട് വിഷമത്തോടെ അവൾ മുന്നിലെ ചായക്കപ്പിലേക്ക് നോക്കി നിന്നു. ഇച്ചിരി കഴിഞ്ഞതും അവൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്ന കണ്ട് അവൾ പിന്നാലെ ഓടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. യദുവേട്ടാ, പിന്നാലെ ചെന്നുള്ള അവളുടെ വിളി കേട്ടെങ്കിലും അവൻ നിൽക്കാൻ തയ്യാറായില്ല. യദുവേട്ടാ പ്ലീസ്, പിണങ്ങല്ലേ. ഇനി ഞാൻ അങ്ങനൊന്നും പറയില്ല. കയ്യും കൂപ്പി അവൾ മുന്നിൽ വന്ന് കണ്ണു നിറച്ചു നിന്നതും യദു ഒന്ന് നെടുവീർപ്പെട്ടു. കരയണ്ട, പക്ഷെ ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗ് ആണ്. ഇനി മേലാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇതുപോലെ എന്തെങ്കിലും അഹങ്കാരം നീ കാണിച്ചാൽ. അവൻ ദേഷ്യപ്പെട്ട് പറയുന്ന കേട്ടതും ഒക്കെ സമ്മതിക്കും പോലെ അവൾ പെട്ടെന്ന് തലകുലുക്കി അകത്തേക്ക് ഓടിപ്പോയി. ഇവക്കിത് എന്തു പറ്റി എന്ന് ചിന്തിച്ച സമയം കൊണ്ട് പെണ്ണ് ചായയുമായി അവന്റെ മുന്നിൽ വന്ന് നിന്നിരുന്നു. ചായ. അവള് കപ്പ് മുന്നിലേക്ക് നീട്ടിയതും അവനൊന്ന് തലകുലുക്കിക്കൊണ്ട് അത് വാങ്ങി കുടിച്ചു. കരഞ്ഞിരുന്നവളുടെ മുഖവും വിടർന്നു. പിന്നെയും ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവന്റെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ദിവസം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മായയും കുടുംബവും ഒക്കെ നേരത്തെ എത്തി അവിടെ ഉണ്ട്. ഗിരിജയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു മറുപടി കിട്ടി എന്നുള്ള വീണയുടെ സംസാരം കേട്ട് നിലത്തൊന്നും ആയിരുന്നില്ല മായയും കുടുംബവും. ഏതാണ്ട് യദുവുമായി മോളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു മായയുടെ അച്ഛൻ അജയന്റെയും ഭാര്യ ലളിതയുടെയും അവിടുത്തെ പെരുമാറ്റം. പലപ്പോഴും അധികാരത്തോടെയുള്ള അവരുടെ പെരുമാറ്റത്തിന് ഇരയായത് ദേവിയും മോളുമായിരുന്നു. മായയ്ക്ക് പിന്നെ ദേവിയെ കാണുന്നത് നികൃഷ്ട ജീവിയെ പോലെ ആയതുകൊണ്ട് കുടുംബക്കാരും കുറച്ചില്ല. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും തിരിച്ചൊരു മറുപടി പോലും ഇല്ലാതെ കുനിഞ്ഞു നിന്ന് കേൾക്കുന്നവളെ കണ്ടതും മായയ്ക്ക് പറയാനുള്ള ഇൻട്രസ്റ്റ് കൂടി. എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം ദേവി. കെട്ടിയവൻ ചത്ത് അപശകുനമായി നിൽക്കുന്ന നീ ഇത്രയും നല്ലൊരു ചടങ്ങിന് കെട്ടിയൊരുങ്ങി വന്നല്ലോ. അത് കേട്ടതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുമാത്രമാണോ മോളെ? ഇവളുടെ ഒരുക്കവും അഴിഞ്ഞാട്ടവും ഒക്കെ കണ്ടാൽ തോന്നും ഇവളാണ് അവന്റെ കെട്ടിയവളെന്ന്. അതുകൊണ്ടാവും
ഞാൻ എത്ര പറഞ്ഞു വിലക്കിയിട്ടും ഇപ്പോഴും ഇവള് മോളെ കൊണ്ട് അവനെ അച്ഛാ അച്ഛാന്ന് വിളിപ്പിക്കുന്നത്. മായയ്ക്കൊപ്പം നിന്ന വീണയും ഒട്ടും കുറച്ചില്ല. അമ്മായി! ദേവി ദേഷ്യത്തോടെ അവരെ നോക്കി വിളിച്ചു. എന്തടി, സത്യം കേട്ടപ്പോ പൊള്ളിയോ? ആ നേരത്താണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി യദു എല്ലാവരെയും തിരക്കുന്നത്, പ്രത്യേകിച്ചും മോളെ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണോ? അവിടെ വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്നുണ്ട്. മായമോളെ, നീ വേണ്ടേ അവന്റെ കൂടെ നിൽക്കാൻ? അജയൻ ഓടിക്കൊണ്ടുവന്ന് മോളെ വിളിച്ചതും ബാക്കി എന്തോ ദേവിയോട് പറയാൻ പോയവൾ അത് നിർത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അവൾ അവിടുന്ന് പോയെന്ന് കണ്ടതും വീണ കുറച്ചുകൂടി ദേവിയുടെ അടുക്കിലേക്ക് ചെന്നു. ആ ചെറുക്കന്റെ ജീവിതം നശിപ്പിക്കാതെ നിനക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോക്കൂടെ പെണ്ണെ? അല്ല, എന്റെ മായമോള് വന്ന ആ വീട്ടിൽ കയറിയാൽ ആദ്യം നിന്നെ അടിച്ചിറക്കുക തന്നെ ആവും ചെയ്യുക. പക്ഷെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്, നാടും നാട്ടുകാരുമൊക്കെ ഇത്രയും പറഞ്ഞിട്ടും നീ ആ വീട്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാ. സത്യം പറടി, ആ കൊച്ചു സിദ്ധുവിന്റെ തന്നെയാണോ? അല്ല, പണ്ടേ നിന്റെ കൂട്ട് ആ ഇളയ ചെറുക്കനോടായിരുന്നല്ലോ. അതാണോ നീ കൊച്ചിനെ കൊണ്ട് നല്ല ധൈര്യത്തിൽ അവനെ കയറി അച്ചാന്ന് വിളിപ്പിക്കുന്നത്? എന്തായാലും നിനക്ക് വല്ലാത്തൊരു മനസ്സുറപ്പാടി, ഒരു നേരം ചേട്ടനെ അനിയനെയും വെച്ചുകൊണ്ടിരിക്കാൻ. അടുത്തതെന്തോ അവർ പറയാൻ തുടങ്ങും മുന്നേ തന്നെ ദേവിയുടെ കൈ അവരുടെ കവിളിൽ വീണിരുന്നു. പടക്കം പൊട്ടുന്ന പോലെയുള്ള ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ദേവിയെ തിരക്കി വന്ന ഗിരിജയും അശോകനും അജയനുമൊക്കെ അങ്ങോട്ടേക്ക് നോക്കുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഭദ്രകാളിയെപ്പോലെ നിൽക്കുന്ന ദേവിയും അവളുടെ അടികൊണ്ട ഷോക്കിൽ കവിളിൽ കൈവച്ച് നിൽക്കുന്ന വീണയും. അവിടെ കൂടി നിന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരിൽ മാത്രമായി. ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നെങ്കിലും അജയൻ ഓടിപ്പോയി ഭാര്യയെ താങ്ങി. ഗിരിജയുടെ ആങ്ങള സദാശിവനും അവർക്കടുത്തേക്കാണ് ചെന്നത്. പക്ഷെ അശോകനും ഗിരിജയും ഓടിച്ചെന്ന് പിടിച്ചത് തളർന്നു വീഴാൻ പോയ ദേവിയായിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയേ? എടി, നീ എന്റെ അപ്പച്ചിയെ തല്ലിയോ? കലി തുള്ളി വന്ന മായ അവളെ തല്ലാനായി കൈ ഓങ്ങിയതും ഗിരിജയുടെ കൈ അവളെ തടഞ്ഞു. അമ്മ ഇതിനിടയിൽ കേറണ്ട. ഇവൾക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഇവളെന്റെ അപ്പച്ചിയെ കൈവച്ചത്? പെങ്ങള് മാറിക്കേ, ഇവക്കെന്റെ ഭാര്യ തല്ലാൻ ഇത്രയ്ക്കും ധൈര്യമോ? എന്നാലും ഇവളാള് കൊള്ളാലോ. അവൾക്കൊപ്പം കലിതുള്ളി അജയനും സദാശിവനും കൂടി വന്നതും അശോകൻ മുന്നിൽ കയറി നിന്നു. തല്ലാനും പിടിക്കാനും വരുന്നവരാദ്യം കാര്യം എന്താണെന്നറി, എന്നിട്ട് മതി കൂടുതൽ വിചാരണ. എന്നാൽ അതേസമയം ദേവി അവരെ തല്ലി എന്നുള്ള കാര്യം വിശ്വസിക്കാൻ ഗിരിജയ്ക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താ മോളെ, എന്താ കാര്യം? എന്തിനാ മോള് വീണയെ തല്ലിയത്? മറ്റാരെയും കൊണ്ട് ചോദിപ്പിക്കാതെ അശോകൻ ചോദിച്ചതും അവള് മുഖം പൊത്തി കരഞ്ഞു. കള്ളക്കണ്ണീരൊഴുക്കാതെ കാര്യം പറടി. സദാശിവൻ ശബ്ദമുയർത്തിയിട്ടും അവളത് ശ്രദ്ധിച്ചില്ല. മോളെ, അത് അച്ഛാ. അവള് പറയുന്നത് കള്ളമായിരിക്കും, സത്യം ഞാൻ പറയാം. ദേവി പറഞ്ഞ് സത്യം അറിയുകയാണെങ്കിൽ ഈ നിമിഷം എല്ലാവരും കൂടി തന്നെ തല്ലിക്കൊല്ലും എന്നറിയാവുന്ന വീണ പെട്ടെന്ന് കയറി പറഞ്ഞു. അല്ലെങ്കിലും സത്യം അമ്മായി തന്നെ പറയണം. ആ നേരം വരെ അവിടെ ഇല്ലാതിരുന്ന യദു ഇരുവർക്കും നടുക്കിലേക്ക് കയറി വന്ന് കയ്യും കെട്ടി പറഞ്ഞു. അത്രയും നേരം അവനെ അവിടെങ്ങും കാണാത്തതിന്റെ ധൈര്യത്തിൽ സംസാരിച്ചു തുടങ്ങിയ വീണയ്ക്ക് പെട്ടെന്ന് വാക്കുകൾ പതറി. എന്താ അമ്മായി, പറയുന്നില്ലേ? യദുവേട്ട, ഇവൾ അപ്പച്ചിയെ തല്ലി. മായ ഓടിക്കൊണ്ട് വന്നവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും അവൻ ആ കൈ ഇഷ്ടമില്ലാത്തതുപോലെ തട്ടിമാറ്റി കുറച്ചുകൂടി മാറി നിന്നു. മായക്കത് വല്ലാത്ത നാണക്കേടായി തോന്നിയെങ്കിലും ആ നിമിഷം അവൾ പ്രതികരിക്കാൻ നിന്നില്ല. അമ്മായി ഇതുവരെ കാര്യം പറഞ്ഞില്ല. മോനെ ദേവി, അവൾ പറയണ്ട, എനിക്ക് അമ്മായി പറയുന്നതാണ് വിശ്വാസം. ഒറ്റയടിക്കുള്ള യദുവിന്റെ സംസാരം കേട്ടതും ദേവി തകർന്നുപോയി. അതേസമയം ആ നേരം വരെ ഉണ്ടായിരുന്ന ഭയം മാറി വീണ അല്പം കൂടി തല ഉയർത്തിയെന്ന് പറയാൻ തുടങ്ങി. അത് മോനെ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. നോക്കുമ്പോ ഇവള് വെറുതെ നിൽക്കുന്നു. നമ്മുടെ കൊച്ചല്ലേ എന്ന് കരുതി ഒറ്റയ്ക്ക് നിൽക്കാതെ നീയും വാടി എന്ന് വിളിച്ചതും ഇവൾ എന്റെ കൈ തട്ടിമാറ്റി. എന്നിട്ട് യദു ഒന്ന് തല കുലുക്കി. എന്നിട്ട് എന്റെ പൊന്നു മോനെ, ഈ പെണ്ണെന്റെ നേരെ ഒരു ചാട്ടമായിരുന്നു. ചാട്ടമോ? എന്തിന്? അവന്റെ കണ്ണുകൾ ചുരുങ്ങി. അത് മോനെ, ഞാനല്ലേ മായയുടെ ആലോചന നിനക്ക് വേണ്ടി കൊണ്ടുവന്നത്. നീയാണെങ്കിൽ അവളെ തന്നെ മതിയെന്ന് പറഞ്ഞ് കല്യാണത്തിന് സമ്മതവും പറഞ്ഞു. അതിവക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവള് പറയുവാ ഒരിക്കലും അവളീ കല്യാണം നടക്കാൻ സമ്മതിക്കില്ലെന്ന്. നിർത്തിക്കെ, അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? ആരെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്നാ?
അവൻ അന്തം വിട്ടുകൊണ്ട് അവരോട് ചോദിച്ചു, അത് നീ മായ മോളെ? വീണ പറഞ്ഞതും യദു മുന്നിൽ നിൽക്കുന്ന മായയെ നോക്കി. അവിടെ ഒരുത്തി അപ്പോഴേക്കും നാണം കൊണ്ട് കളം വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. അമ്മായിയോട് ആര് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു എന്ന്? അതും ഈ കുതിര കയറിയേ? അടച്ചാക്ഷേപിക്കും പോലെയുള്ള അവന്റെ സംസാരം കേട്ടതും വീണ സഹിതം എല്ലാവരും വിളറി വെളുത്തുപോയി. മോനെ, അമ്മായി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടില്ല. 2, ഇനി എപ്പോഴെങ്കിലും സമ്മതിച്ചാലും ഇവളെ പോലെ ഒരുത്തി എനിക്ക് ഭാര്യയെ വേണ്ട. ഓ, വിളിച്ചു വരുത്തി ആക്ഷേപിക്കുകയായിരുന്നു അല്ലേ? അജയൻ ഇടയിലേക്ക് കയറി ചോദിച്ചതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. മോനെ, ആ അപ്പൊ അമ്മായി പറഞ്ഞു വരുന്നത് നടക്കാൻ സാധ്യത ഒട്ടുമില്ലാത്ത കല്യാണത്തിന്റെ പേരിൽ ഈ നിൽക്കുന്നവൾ നിങ്ങളെ പിടിച്ചു നിർത്തി ആക്ഷേപിച്ചു എന്ന് അല്ലേ? അതും പോരാഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൂടാതെ കവിളിലും അടിച്ചു. കഷ്ടം. അത്രയും പുച്ഛത്തിൽ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നേരെ പെണ്ണിന്റെ അടുക്കിലേക്ക് ചെന്നു. എന്താടി, എന്തായിരുന്നു ശരിക്കുള്ള കാരണം? എന്തെങ്കിലും നുണ പറയാനോ അതോ ആരെയെങ്കിലും രക്ഷിക്കാനോ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന CCTVയുടെ ഫുട്ടേജ് കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് ഓർത്തോണം. ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചവർക്ക് അവന്റെ ആ ഭീഷണിയിൽ സത്യം പറയേണ്ടി വന്നു. അവളുടെ ഓരോ വാക്കും കേൾക്കുന്തോറും ദേഷ്യം കൊണ്ടവൻ മുഷ്ടി ചുരുട്ടി. ഏതാണ്ട് അതേ ദേഷ്യം തന്നെയായിരുന്നു അശോകനും. അവസാനം കരഞ്ഞുകൊണ്ട് അവളെല്ലാം പറഞ്ഞു തീർത്തതും ഗിരിജയുടെ കൈ വീണ്ടും വീണയിൽ 2 തവണ ഉയർന്നതാണു. ചേച്ചി, എടി, മര്യാദയ്ക്ക് ഇപ്പൊ ഇവിടെ നിന്നും കുടുംബം മുഴുവൻ ഇറങ്ങിപ്പൊക്കണം. അല്ലെങ്കിൽ ഇനി കൈവെക്കാൻ പോകുന്നത് എന്റെ മകനായിരിക്കും. സദാശിവനും അജയനും ഭാര്യയ്ക്കും മോൾക്കുമൊക്കെ അത് വല്ലാത്ത അപമാനമായി തോന്നി. അതിന്റെയാകും അവർ അതുപോലെ വിഷം തുപ്പിയത്. അല്ലെങ്കിലും ഞങ്ങളെപ്പോലെ നല്ല കുടുംബത്തിൽ ജനിച്ചവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചനയും വേണ്ട. ചേട്ടന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിട്ട് വേറെ പെണ്ണാലോചിക്കുന്ന കുടുംബം. അതുപോലെ അനിയന് കിടന്നു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ഭർത്താവ് മരിച്ചവളും, എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു പതിവ്രത അഭിനയവും. പറഞ്ഞു തീർന്നില്ല യദു അജയനെ കോളറിൽ പിടിച്ചങ്ങ് ഉയർത്തി. പിന്നെ ഇഞ്ച ചതയ്ക്കും പോലെ അയാളെ അടിക്കുന്നതിനിടയിൽ ഇടയിൽ കയറി വന്നവർക്കെല്ലാം ഭേഷായി കിട്ടി. അങ്ങനെ നല്ലൊരു ചടങ്ങ് നടക്കേണ്ട വേദി ഒരു യുദ്ധക്കളമായി മാറി. ആൾക്കാർക്കിടയിൽ പലതരം മുറുമുറുപ്പുകൾ ഉണ്ടായി. ആ ദിവസത്തിന് ശേഷം എല്ലാവരും വല്ലാതെ അസ്വസ്ഥമായെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും എല്ലാവരും അത് മറന്നെന്ന പോലെ മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ഇതിനിടയിൽ വല്ലാത്തൊരു മാറ്റം സംഭവിച്ചത് ദേവിക്കായിരുന്നു. എന്നും രാവിലെയും വൈകുന്നേരവും ദേവിയിൽ നിന്നും അവന് കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന ചായ പിന്നെ അതിനുശേഷം അമ്മ കൊണ്ടു കൊടുക്കുന്നതായി കണക്ക്. അവൻ വീട്ടിലുണ്ടെങ്കിൽ അവൾ മുറിയിൽ നിന്നും ഇറങ്ങാതെയായി. എന്തിന്? ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ദിവസങ്ങളോളം അവർ പരസ്പരം കാണുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവളുടെ സങ്കടം കാരണമാണ് ഇതെല്ലാം എന്ന് വിശ്വസിച്ചിരുന്നവന് പതിയെ പതിയെ അതൊരു വല്ലാത്ത വീർപ്പുമുട്ടലായി. നേരത്തെ 24 മണിക്കൂറും കൂടെയുണ്ടായിരുന്ന മകളെ ഇന്നിപ്പോ കയ്യിൽ കിട്ടാൻ അമ്മയെ കൊണ്ട് വിളിപ്പിക്കേണ്ട അവസ്ഥ വരെ ആയതും യദുവിന് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അത് പൂർണ്ണതയിലെത്തിയത് ഒരു ദിവസം വൈകുന്നേരം അവൻ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെറിയച്ഛൻ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴാണ്. ആ ദിവസം വരെ തന്റെ ഉള്ളിലെ ഭ്രാന്തടക്കി നിന്നവന് അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കരയുന്ന കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊടുത്തുകൊണ്ടവൻ നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ്. അകത്തേക്ക് കയറി ചെല്ലുന്നവൻ കാണുന്നത് കയ്യിൽ തലയും താങ്ങി കുനിഞ്ഞിരിക്കുന്നവളെയാണ്. താണ്ഡവമാടാൻ എന്ന പോലെ അവൻ നേരെ ചെന്നവളുടെ കയ്യിൽ പിടിച്ചങ്ങ് ഉയർത്തി അവന് നേരെ നിർത്തി. നീ ആരടി? എന്താണെന്നാ നിന്റെ വിചാരം? കഴിഞ്ഞ കുറെ ദിവസമായി നീ കാണിക്കുന്ന തോന്നിവാസമെല്ലാം ഞാൻ സഹിക്കുന്നത് എന്റെ കുഞ്ഞന്റെ അരികിൽ വന്നതുകൊണ്ടായിരുന്നു. ഇപ്പൊ നീ അവളെയും തല്ലി എന്നീന്ന് മാറ്റാൻ നോക്കുന്നോ? ആരാടി അവക്ക് ചെറിയച്ഛൻ? ഓരോണെന്ന്. ഭ്രാന്ത് പിടിച്ച പോലെയുള്ള അവന്റെ ചോദ്യത്തിലും ദേഷ്യത്തിലും അവൾ പതറിപ്പോയെങ്കിലും പെണ്ണ് മിഴികൾ ഉയർത്തി അവനെ നോക്കി. ഏട്ടാ, അവൾ മെല്ലെ വിളിച്ചു. ഏട്ടൻ ഇനി എത്ര ദേഷ്യപ്പെട്ടാലും ഒച്ചയെടുത്താലും അതല്ലേ സത്യം. ഇപ്പൊ അവള് കുഞ്ഞായതുകൊണ്ടാണ് ഈ സങ്കടം. പോകെ പോകെ അവൾക്ക് മനസ്സിലാകും അവളുടെ അച്ഛൻ മരിച്ചുപോയെന്ന്. ദേവി! ദേഷ്യം കൊണ്ട് യദു അലറി. യദുവേട്ടൻ ഇനി എത്ര ദേഷ്യം കാണിച്ചാലും ബഹളം വെച്ചാലും അതാണ് സത്യം. ഇനിയിപ്പോ ഏട്ടൻ ഒരു കുഞ്ഞു വേണമെന്ന് അത്രയ്ക്കും ആഗ്രഹമാണെങ്കിൽ അമ്മ കാണിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി കുഞ്ഞുണ്ടാക്കാൻ നോക്ക്. അല്ലാതെ വല്ലവന്റെയും കുഞ്ഞിന് തന്തയാവാൻ നോക്കണ്ട. പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം അവന്റെ കൈ അവളുടെ കവിളിൽ പതിച്ചു.
അപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് ഗിരിജയും അശോകനും ഓടിയെത്തിരുന്നു. ചീ, അമ്മ തല്ലല്ലേ! കുഞ്ഞിന്റെ നിലവിളി കേട്ടതും അവൻ ഓടിപ്പോയി മോളെ കയ്യിലെടുത്തു. ഒന്നുമില്ല, കുഞ്ഞ് കരയല്ലേ. ച അമ്മ തല്ലി! പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഞ്ഞ് പിന്നെയും നിന്നതും യദു ദേവിയെ താങ്ങി പിടിച്ചുകൊണ്ട് ഗിരിജ ദേഷ്യത്തോടെ അവനെ വിളിച്ചു. അവൾ പറഞ്ഞത് നിങ്ങൾ രണ്ടും കേട്ടോ? വല്ലവന്റെയും കൊച്ചിന് ഞാൻ തന്ത ചമയുകയാണെന്ന്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെയാണെന്ന്? അവൻ മരിക്കുമ്പോൾ എന്റെ മോൾ, ഇവളുടെ വയറ്റിൽ വെറും 5 മാസമാണ്. അവൻ മരിച്ചതിന്റെ സങ്കടത്തിൽ ഇവള് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ താങ്ങി പിടിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ ഈ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാ. ആ ദിവസം മുതൽ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇവളൊന്ന് അനങ്ങിയാൽ പോലും പിറകെ നടന്നത് കുഞ്ഞിനെ ഇവള് കളയുമെന്നുള്ള എന്റെ ഭയം കൊണ്ടാണ്. അവിടെ നിങ്ങോട്ട് എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ രാത്രിയും എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളെ ജനിച്ചു വീണപ്പോൾ ഞാനല്ലേമേ കൈനീട്ടി വാങ്ങിയത്. എന്റെ നെഞ്ചിലെ ചൂട് നൽകിയല്ലേമേ ഞാൻ ഇവളെ വളർത്തിയത്. എന്നിട്ടിപ്പോ എന്റെ കുഞ്ഞിന് ഞാനും എനിക്കും അവളുമില്ലാതെ പറ്റില്ലെന്നായപ്പോൾ അവള് പറയുന്നു ഞാൻ അച്ഛൻ ചമയല്ലേന്ന്. ആണോമേ, ഞാൻ അച്ഛൻ ചമഞ്ഞ് നാടകം കളിക്കുകയാണോ? കുഞ്ഞിനെ നെഞ്ചിൽ അടക്കി പിടിച്ച് ഹൃദയം പൊട്ടിയുള്ള അവന്റെ കരച്ചിൽ കേട്ടതും അശോകനും ഗിരിജയും അവനൊപ്പം കരഞ്ഞുപോയി. മനഃപൂർവ്വമാണെങ്കിലും അത്രയും ക്രൂരമായ വാക്കുകൾ കൊണ്ടവനെ വേദനിപ്പിച്ചതിൽ അവളും സങ്കടം കൊണ്ട് നിന്നുരുകി. ആ രാത്രി ആരും ഉറക്കമില്ലാതെ കടന്നുപോയി. വെളുപ്പിനെ എങ്ങാണ്ടോ ആണ് എല്ലാരും ഒന്ന് കണ്ണടച്ചത്. റൂമിന്റെ വാതിൽ വല്ലാത്ത ശബ്ദത്തോടെ കൊട്ടുന്ന കേട്ടാണ് യദു കണ്ണു തുറക്കുന്നത്. കണ്ണൊക്കെ പുളിക്കുന്നത് കൊണ്ട് തന്നെ എഴുന്നേറ്റിട്ടും കണ്ണു തുറക്കാൻ പറ്റിയില്ല. പക്ഷെ പുറത്തു നിൽക്കുന്ന ആള് കൊട്ടു നിർത്തുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ വേഗം പോയി വാതിൽ തുറന്നു. കാരണം ഇനിയും ചെന്നത് തുറന്നില്ലെങ്കിൽ അകത്ത് കിടക്കുന്ന മോള് എഴുന്നേൽക്കുമെന്ന് തോന്നി അവൻ ധൃതിയിലാണ് അത് പോയി തുറന്നത്. തുറന്ന വഴിക്ക് കാണുന്നത് മുന്നിൽ നിന്ന് കരയുന്ന അമ്മയാണ്. എന്താ അമ്മേ, കുഞ്ഞ് ഉറങ്ങുകയാണെന്ന് അറിയില്ലേ? അല്ലെങ്കിൽ തന്നെ രാത്രി അവളുടെ ഉറക്കം ശരിയായിട്ടില്ല. കട്ടിലിൽ കിടക്കുന്ന മോളെ നോക്കി കലിപ്പോടെ അത് പറയുമ്പോൾ അമ്മ അനങ്ങുന്നില്ലെന്ന് കണ്ടു നോക്കുന്നവൻ കാണുന്നത് ഏങ്ങിക്കരയുന്ന ഗിരിജയാണ്. എന്താ അമ്മേ, എന്താ പ്രശ്നം? അവര് കയ്യിലിരിക്കുന്ന പേപ്പർ അവന് നേരെ നീട്ടി. യദുവേട്ടൻ എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാം. എന്നാലും പറയുക, അവളെ ജീവനേക്കാളേറെ സ്നേഹിക്കണേ. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. ദേവി മോളെ കാണാനില്ല യദു. കരഞ്ഞുകൊണ്ടുള്ള അവരുടെ പറച്ചിൽ കേട്ടതും അവൻ ഞെട്ടി. അമ്മ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കണം. അവൻ നേരെ പോയത് CCTV റൂമിലേക്കാണ്. ഇവിടുന്ന് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ മോനെ. തനിക്ക് മുന്നേ അത് നോക്കി അശോകൻ വന്ന് പറയുന്ന കേട്ടതും യദു അവളെ തിരക്കി ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങും വഴി പിന്നെ അത്യാവശ്യം നല്ല പരിചയമുള്ള 5-6 കൂട്ടുകാരോട് അവൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാവരും ഒരുമിച്ച് തിരക്കി ഇറങ്ങിയത് കൊണ്ടാവും 1 മണിക്കൂർ കഴിയും മുന്നേ തന്നെ അവളെയും അവൾ നിൽക്കുന്ന സ്ഥലവും പിടികിട്ടിയത്. മൊട്ടക്കുന്നുമല. യദുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്താകും അവളുടെ മനസ്സിലെന്ന് ഊഹമുണ്ടായിരുന്നവൻ പാഞ്ഞു പിടിച്ചാണ് അവിടേക്ക് ചെന്നത്. ഓടിയും പിടിച്ചും അതിന്റെ മുകളിലെത്തിയവൻ ശ്വാസം നിന്ന പോലെ അണച്ചു. എന്നാൽ നെഞ്ചിൽ കൈവച്ച് ചുറ്റും നോക്കുന്നവൻ കാണുന്നത് മുനമ്പിന്റെ അറ്റത്ത് പോയി നിൽക്കുന്നവളെയാണ്. പെണ്ണ് ചാടാനുള്ള ഒരുക്കമാണെന്ന് കണ്ടതും അവൻ പിന്നിൽ നിന്ന് വിളിച്ചു. ചാടുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ തള്ളയില്ലാത്ത മകളെ നോക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അതുകൊണ്ട് നീ ചാടി നിലത്തേക്ക് എത്തും മുന്നേ ഞാനും മോളും നിന്റെ പിന്നാലെ ചാടും. ഒന്നാമത് അവനെ അവിടെ കണ്ടതിന്റെ വെപ്രാളത്തിൽ നിന്നവൾക്ക് അവന്റെ ആ സംസാരം കൂടി കേട്ടതും പെണ്ണ് ഞെട്ടിപ്പോയി. തമാശയല്ല ദേവി, സത്യമായിട്ടും നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ഞങ്ങളും നിനക്കൊപ്പം തന്നെ വരും. ഞെട്ടി നിൽക്കുന്നവളുടെ അരികിലേക്ക് മെല്ലെ നടന്നുകൊണ്ടവൻ പറഞ്ഞപ്പോഴൊക്കെ അവളുടെ ശ്രദ്ധ അവന്റെ വാക്കുകളിൽ മാത്രമായിരുന്നു. അങ്ങനെ അവൻ പെണ്ണിന്റെ അടുക്കിലേക്ക് എത്തിയതും അവളുടെ കയ്യിൽ പിടിച്ച് ഒരൊറ്റ വലി കൊടുത്തു. നേരെ വന്നവൾ തട്ടി നിന്നത് ആ നെഞ്ചിലേക്കാണ്. അവൾ അടുത്തു വന്നു കണ്ടതും ഒരൊറ്റ എണ്ണം കൊടുത്തു യദു. കവളിൽ കൈവച്ച് പെണ്ണ് പിന്നിലേക്ക് പോയതും അതേ ആയത്തിൽ അവളെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തവൻ. അവന്റെ അടിയിൽ ആകെ തകർന്നു പോയവൾക്ക് ആ പിടുത്തം അയക്കാൻ പറ്റിയില്ല. ആകെ വാടി തളർന്നവളെ ഒരു കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് എത്തുമ്പോഴേക്കും കൂട്ടുകാരിൽ ഒരാൾ കാറുമായി എത്തിയിരുന്നു. അവളെ കിട്ടിയെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞെങ്കിലും പാവം അച്ഛനും അമ്മയും ഗേറ്റിന്റെ വാതിലിൽ തന്നെ ഉണ്ടായിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചവൻ അകത്തേക്ക് കയറിയതും അമ്മയും അച്ഛനും എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുന്ന കണ്ടു. അവസാനം ഇനി ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം മനസ്സിൽ പോലും ചിന്തിക്കില്ല എന്ന് തന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യിച്ചു അമ്മ അവളെ കൊണ്ട്.
അടികൊണ്ട വേദനയിലും തലേന്ന് ഭക്ഷണമൊന്നും കഴിക്കാത്തതിന്റെ ക്ഷീണത്തിലും ആകെ തകർന്നവളെ അമ്മ വേഗം കുളിക്കാൻ വിട്ടു. തിരിച്ചെത്തിയവളെ പിടിച്ചിരുത്തി ആഹാരം കൊടുക്കുന്ന നേരത്താണ് യദു മോളുമായി ഇറങ്ങി വരുന്നത്. അമ്മയെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഓടിയെത്തിയ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചവൾ ഒരുപാട് കരഞ്ഞു. അത് കണ്ടിട്ടും ഒന്നും മിണ്ടാതെ യദു കഴിക്കാനിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് സംസാരിക്കാനുണ്ട്. ആ നേരം വരെ മിണ്ടാതിരുന്ന അശോകൻ രണ്ടുപേരോടുമായി അത് പറഞ്ഞതും അതുവരെ പരസ്പരം നോക്കാതിരുന്നവർ പെട്ടെന്നൊരു മിഴി നോക്കി മാറിപ്പോയി. കഴിച്ചു കഴിഞ്ഞ് ദേവിയും യദുവും അശോകൻ അരികിലേക്ക് ചെന്നു. നിങ്ങൾ രണ്ടുപേരോടും അഭിപ്രായമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ്. നാളെ രാവിലെ 11 മണിക്കും 11:30ക്കും ഇടയ്ക്ക് നിങ്ങളുടെ കല്യാണമാണ്, അതും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച്. അച്ഛാ! രണ്ടുപേരും ഒരേ ഞെട്ടലോടെയാണ് വിളിച്ചത്. വേണ്ടാന്ന് പറയാനോ തർക്കിക്കാനോ രണ്ടുപേരും നാക്ക് ചലിപ്പിക്കണമെന്നില്ല. ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും ഇഷ്ടത്തിനുമപ്പുറം എനിക്ക് വലുതെന്റെ കൊച്ചുമോളുടെ സന്തോഷമാണ്. അവൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരച്ഛനെയും അമ്മയും വേണം. അച്ഛാ, അതിന് ഞങ്ങൾ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്കറിയാം, പെട്ടെന്ന് കേൾക്കുമ്പോൾ മോൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ മോള് അമ്മൂട്ടിയുടെ അമ്മയായി നിന്നുകൊണ്ട് ഒന്ന് ആലോചിക്ക്. നിന്റെ കുഞ്ഞിന് യദുവിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ കിട്ടുമോ? എന്തോ മുടക്കം പറയാൻ വന്നവൾ അദ്ദേഹത്തിന്റെ ആ വാക്കിലെ ചോദ്യം കേട്ട് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. അതുപോലെ യദു നീയും. ദേവിമോൾക്കിപ്പോ ചെറിയ പ്രായമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഞങ്ങൾ കെട്ടിച്ചുവിടും. ആ സമയത്ത് നിന്റെ അമ്മാളു വേറെ ആരെങ്കിലും അച്ഛനെന്ന് വിളിച്ചാൽ? പറ്റില്ല, അവൻ വേഗം കയറി പറഞ്ഞു. കണ്ടോ, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയില്ല. അപ്പൊ പിന്നെ എല്ലാത്തിനുമുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഈ കല്യാണമാണ്. അച്ഛാ, ഇതറിയുമ്പോൾ നാട്ടുകാരെല്ലാം? പലരും പലപ്പോഴും തെളിഞ്ഞും ഒളിഞ്ഞും പറയുന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വന്നു. നാട്ടുകാരുമല്ല ഈ വീട്ടിലെ ചിലവന്വേഷിക്കുന്നത്. അവരുടെ കയ്യിലെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം ഉദ്ദേശവുമില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നതങ്ങ് കേട്ടാൽ മതി രണ്ടുപേരും. ഇനി ഒരു തർക്കവും പറയാൻ വയ്യാത്ത വിധത്തിൽ ഗിരിജയും കൂടി അങ്ങനെ പറഞ്ഞതും അവർ രണ്ടുപേരും മൂകരായി. അപ്പോ യദു, നിനക്ക് സമ്മതമല്ലേ? അശോകൻ ചോദിച്ചതും അവൻ പറ്റില്ലെന്ന് പറയും എന്നൊരു നേർത്ത പ്രതീക്ഷയോടെ നിന്നവളെ ആകെ തകടം മറിച്ചുകൊണ്ട് അവൻ സമ്മതം പറഞ്ഞു. എനിക്ക് സമ്മതമാണച്ചാ. ദേവിയുടെ ഞെട്ടൽ യദു കണ്ണുകളിൽ കണ്ടു. പക്ഷേ അവൻ അതിലും വലുതായിരുന്നു തന്റെ മകൾ. ഇനി ഒന്നും പറഞ്ഞ് തനിക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്ന് ദേവിക്കും ഏതാണ്ടൊക്കെ മനസ്സിലായി. അന്ന് രാത്രി ഉറങ്ങാതെ ബാൽക്കണിയിൽ നിന്നവളുടെ അടുത്തേക്ക് യദു ചെന്നു. ദേവി! അവന്റെ വിളി കേട്ടതും അതുവരെ സ്വപ്നത്തിൽ എന്ന പോലെ കരഞ്ഞുകൊണ്ട് നിന്നവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എനിക്കറിയാം നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്. പക്ഷേ വിധി നമ്മളെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നീ ഒരു വിധത്തിലും സങ്കടപ്പെടേണ്ട. ഒരു ഭർത്താവിൻ്റെതായ ഒരു അവകാശങ്ങളും നിന്നിൽ ഞാൻ അടിച്ചേൽപ്പിക്കില്ല. പക്ഷേ എനിക്ക് എന്റെ മോളെ വേണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ടതും അത്രയും നേരമുണ്ടായിരുന്ന ആശങ്ക മാറി ദേവി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നിനക്കെന്നെ വിശ്വാസമില്ലേ? ആ ഒരു ചോദ്യത്തിനും പുഞ്ചിരി തന്നെയായിരുന്നു മറുപടി. അത്രയും മതിയായിരുന്നു അവനും. അടുത്ത ദിവസം തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞു. ആളും ആരവങ്ങളും ഒന്നുമില്ലാതെ. അന്ന് രാത്രി അവൾ പതിവ് പോലെ അവളുടെ മുറിയിലും അവൻ അവന്റെ മുറിയിലും തന്നെ കിടന്നു. ആരും അവരെ ഒന്നിനും നിർബന്ധിക്കാൻ പോയില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞൊരു ദിവസം, യദുവേട്ടാ! പതിവില്ലാതെയുള്ള ദേവിയുടെ ഫോൺ വിളിയിൽ അവൻ ഞെട്ടിപ്പോയി. എന്താടി? മൂക്ക് വയ്യ. കരഞ്ഞുകൊണ്ടുള്ള അവളുടെ വിളി കേട്ടതും യദു പകച്ചു. ദേവി, ഡി, കരയല്ലേ? ഞാനിപ്പോ വരാം. രാവിലെ വരുമ്പോൾ കുഞ്ഞിന് ചെറിയൊരു പനിയുടെ ലക്ഷണമുണ്ടായിരുന്നു. അവർ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വേഗത്തിൽ വീട്ടിലിറങ്ങി അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വാതിൽ തന്നെ നിൽക്കുന്നവളെയാണ്. പിന്നെ ഒന്നും കാത്തു നിൽക്കാതെ അവർ വേഗം ഹോസ്പിറ്റലിലെത്തി. വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ മോളെ അഡ്മിറ്റ് ചെയ്തു. അല്ലെങ്കിലേ വാശിയുള്ളവൾക്ക് പനി കൂടിയായതും എന്തിനും ഏതിനും വാശിയായി മുന്നിട്ട്. യദുവാണ് ഇപ്പോ എടുത്തുകൊണ്ട് നടക്കുന്നെങ്കിൽ അപ്പോ അവളെ വന്ന് ദേവി എടുക്കണം. മരുന്ന് കുടിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കുഞ്ഞു കരയുമ്പോൾ ദേവി ഒന്ന് വഴക്ക് പറഞ്ഞാൽ ആ നിമിഷം യദു ഒപ്പമിരിക്കണം. അങ്ങനെ രണ്ടുപേരെയും പെണ്ണ് ശരിക്കും വലച്ചു. പക്ഷേ അവർക്ക് ശരിക്കും പണി കിട്ടിയത് രാത്രിയിലായിരുന്നു. എന്നും യദുവിന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നവൾക്ക് അന്ന് അമ്മയും ഒപ്പം കിടക്കണമെന്ന് പറഞ്ഞതും രണ്ടുപേരുടെയും മുഖം വിളറി വെളുത്തു. പല കാരണങ്ങൾ പറഞ്ഞ് കുഞ്ഞിനെ അടക്കാൻ നോക്കിയെങ്കിലും പെണ്ണ് വാശി വിട്ടില്ല.
അവസാനം അവൾ ശ്വാസം പിടിച്ചു നിർത്തി കരയുന്നു കണ്ടതും യദുവിന്റെ മുഖം മാറി. വന്നു കിടക്കടി ഇവിടെ. അവന്റെ ആ ഒച്ചപ്പാട് കേട്ടതും പെണ്ണ് പേടിച്ചുകൊണ്ട് അത്രയും ചെറിയ കട്ടിലിൽ അവൻ അപ്പുറത്തായി വന്ന് കിടന്നു. എങ്ങനെയൊക്കെ അവനെ തൊടാതെയും അകന്നു കിടക്കാം എന്ന് ചിന്തിച്ചിരുന്നവർക്ക് ഒരൊറ്റ പിടുത്തത്തിൽ അവൻ തന്റെ കീഴിലേക്ക് പിടിച്ചു കിടത്തി. ഒരാൾക്ക് നേരെ ചൊവ്വെ കിടക്കാൻ പറ്റാത്ത കട്ടിലാണ് അവളുടെ അഹങ്കാരം. അമ്മ അടുത്തേക്ക് വന്നു കിടന്നതും ആ സന്തോഷത്തിൽ നെഞ്ചിൽ കിടന്നുറങ്ങിയ മോളുടെ ഉറക്കം അല്പം പോലും മുറിയാതെ അവൻ പല്ല് കടിച്ചു പിടിച്ചു പറഞ്ഞതും കൂടുതലൊന്നും ഇനി അവനിൽ നിന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെയും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് അവരെ ഡിസ്ചാർജ് ചെയ്തത്. പക്ഷെ അപ്പോഴും കുഞ്ഞിപ്പെണ്ണിന്റെ വാശിക്ക് കുറവൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ ദേവിക്ക് അവനൊപ്പം മുകളിലേക്ക് മാറേണ്ടി വന്നു. ദിവസങ്ങൾ പോകെ പോകെ മുന്നോട്ട് പോയതും അവരറിയാതെ തന്നെ പരസ്പരം അടുത്തു. അവനെ ഒന്ന് കാണുമ്പോൾ പോലും മുട്ടുവിറച്ചിരുന്നവൾ പിന്നെ പിന്നെ അവന്റെ വരവും കാത്ത് ഉമ്മറപ്പടിയിൽ നിൽക്കാൻ തുടങ്ങിയതും ആ മാറ്റം കണ്ട അച്ഛനും അമ്മയ്ക്കും അത്രത്തോളം സന്തോഷമാവുകയായിരുന്നു. നിനക്കായിരുന്നില്ലേ ഗിരിജയെ സംശയം? ഇപ്പൊ കണ്ടോ, ദേവി മോളുടെ മനസ്സ് അവനെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന്റെയാണ് ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ. അശോകൻ പറഞ്ഞതും അത് ശരിവെച്ചുകൊണ്ട് ഗിരിജ തലയാട്ടി. അല്ലെങ്കിൽ തന്നെ കഴുത്തിൽ താലി കെട്ടിയവനെ ആർക്കാ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? ഏതെങ്കിലും പെണ്ണിനത് കഴിയുമോ? ഒരു നെടുവീർപ്പോടെ അവരും അതോർത്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രി ലോഡ് വരും, തന്നെ കാത്തിരിക്കാതെ ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. അവൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ആളെ വീട്ടിലേക്ക് കാണാതായതും ദേവിക്ക് വെപ്രാളമായി. പെണ്ണിന്റെ വെപ്രാളം കണ്ട് അശോകൻ മോനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അത് കേട്ടതും അശോകനും ഗിരിജയും നിർബന്ധിച്ച് അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ റൂമിൽ ചെന്നിട്ടും വെപ്രാളം കാരണം അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ഏറെ നേരം കഴിഞ്ഞ് യദു ഒന്ന് എത്താൻ. അവന്റെ ബുള്ളറ്റിന്റെ സൗണ്ട് പുറത്തു കേട്ടതും പെണ്ണ് ഓടിപ്പിടിച്ച് താഴെ ഡോറ് തുറക്കുന്നതും കാണുന്നത് ചോരയിൽ കുളിച്ചു നിൽക്കുന്നവനെയാണ്. യദുവേട്ടാ! അവൾ വലിയ വായി നിലവിളിച്ചുകൊണ്ട് കരയാൻ തുടങ്ങിയതും അവൻ വേഗം പെണ്ണിന്റെ വായ പൊത്തിപ്പിടിച്ചു. ദേവി, കരയില്ലേടി, ഒന്നുമില്ലെനിക്ക്. അത്രയും ചേർത്ത് പിടിച്ചവൻ പറഞ്ഞെങ്കിലും താൻ പേടിക്കാതിരിക്കാൻ അവൻ കള്ളം പറയുകയാണെന്ന് കരുതി പെണ്ണ് പിന്നെയും കരഞ്ഞു. പ്ലീസ് മോളെ, കരയല്ലേടി. സത്യമായിട്ടും എനിക്കൊന്നും പറ്റിയില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോയതാണ്. അവരുടെ ചോരയാ ഈ ദേഹമാകെ. അല്ലാതെ എനിക്കൊന്നുമില്ല കുഞ്ഞേ. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വായിൽ നിന്നും കൈമാറ്റിയതും പെണ്ണ് നിലവിളിച്ചുകൊണ്ട് തന്നെ അവനെ കെട്ടിപ്പിടിച്ച് പിന്നെയും കരയാൻ തുടങ്ങി. ഞാൻ പേടിച്ചു പോയി യദുവേട്ടാ. ഏട്ടൻ എന്നെ ഇട്ടിട്ട് പോയെന്ന് കരുതി. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൾ അവന്റെ മുഖമാകെ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ടിരുന്നു. അവൻ ആകെ ഞെട്ടി. അവൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി, അംഗീകരിച്ചു എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒന്നവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏട്ടൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഭഗവാൻ സാക്ഷി ഞാനും ഒപ്പം വന്നേനെ. അത് കേട്ടതും അവന് ദേഷ്യം വന്നു. ദേവി, എന്തൊക്കെ വേണ്ടതിനുമാണ് നീ വിളിച്ചു പറയുന്നത്? അപ്പൊ പിന്നെ നമ്മുടെ മോൾക്ക് വേറെ ആരാടി? ദേഷ്യത്തിലുള്ള അവന്റെ ചോദ്യമൊന്നും അവളുടെ ആ നിമിഷത്തെ സങ്കടത്തിൽ ഏശിയതുപോലുമില്ല. അപ്പോഴും കൈവിട്ടുപോയ സ്വത്തിനെ തിരികെ കിട്ടിയ പോലെ അവന്റെ ശരീരത്തിൽ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു ദേവി. താൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആളുടെ വിറയലും ഭയവും അറിഞ്ഞുകൊണ്ട് തന്നെ യദു അവളെ ഒപ്പം പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. റൂമിലെത്തി അവളെ ഇരുത്തി അവൻ കുളിക്കാൻ പോയതും പെണ്ണ് പേടിയോടെ എഴുന്നേറ്റു. ഞാനൊന്ന് കുളിക്കട്ടെ ദേവി. മോളൂട്ടി എന്തെങ്കിലും കഴിച്ചിട്ടാണോ ഉറങ്ങിയത്? അവൾ ഇന്ന് നേരത്തെ ഉറങ്ങിയേട്ടാ. കുറച്ചായി അമ്മയുടെ അച്ഛന്റെയും കൂടാണ് അവളുടെ കിടത്തം. ഇത്തിരി കഴിഞ്ഞവൻ കുളിച്ചിറങ്ങിയതും ദേവി പാഞ്ഞു പിടിച്ചവന്റെ മുന്നിലെത്തി. ടവലും ഉടുത്തുകൊണ്ട് വന്നവനെ ഇടവും വലവും തിരിച്ചുകൊണ്ടവൾ അവന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിലും മുറിവ് തേടി. അവസാനം ഒന്നുമില്ലെന്ന് കണ്ടതും അവൻ ആശ്വാസത്തോടെ ശ്വസിച്ചു. ഇപ്പൊ ഉറപ്പായോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്? അവൻ ഒരു ചിരിയോടെ ചോദിച്ചതും പെണ്ണവനെ പിന്നെയും കെട്ടിപ്പിടിച്ചു. കുളി കഴിഞ്ഞിറങ്ങിയവന്റെ തണുത്ത ശരീരം അവളുടെ ആ ചൂടിനെ തേടിയതും യദു പെണ്ണിനെ പിന്നെയും പിന്നെയും കെട്ടിപ്പിടിച്ചു നിന്നു. പരസ്പരം അവർ പ്രണയിക്കുന്നു എന്നൊരു തുറന്നു പറച്ചിലിന്റെ ആവശ്യമില്ലാത്ത പോലെ അത്രയും ഗാഢമായാണ് അവർ ആശ്ലേഷിച്ചത്. നേരം കഴിയുന്തോറും ഇരുവരുടെയും ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി. പ്രണയം അതിന്റെ എല്ലാ സീമകളെയും താണ്ടി പുതിയൊരു തലം തേടാൻ അവരെ ഉപദേശിക്കും പോലെ. യദു പെണ്ണിനെ കൈകളിൽ കോരിയെടുത്തു. കട്ടിലേക്ക് അവളുമായി നടക്കും വഴി അവന്റെ ടവൽ നിലത്തേക്ക് വീണുപോയിരുന്നു. പെണ്ണിനെ അത്രയും പ്രണയത്തോടെ കട്ടിലേക്ക് കിടത്തിയതും അവന്റെ രൂപം കണ്ടവൾ മുഖം പൊത്തി. ഓ, എന്നെ ഇങ്ങനെ കണ്ടതിന്റെ നാണമാണോ എന്റെ ദേവിക്ക്? കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുന്നവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവന്റെ ശബ്ദം ചെവിയിൽ കേട്ടു.
ആണോ ദേവി? യദുവേട്ടാ, ചിണുങ്ങിക്കൊണ്ട് പെണ്ണ് വിളിച്ചു. ഇങ്ങനെയൊന്നും കുറുകല്ലേ മോളെ, അല്ലെങ്കിൽ തന്നെ പിടിവിട്ട് നിൽക്കുകയാണ്. അവളുടെ കാതൻ തുമ്പിൽ കടിച്ചെന്നവൻ പറഞ്ഞതും പെണ്ണ് ഇക്കിളിയെടുത്ത പോലെ തിരിഞ്ഞു വന്നവനെ കെട്ടിപ്പിടിച്ചു. ഒരനുവാദവും നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല ദേവി, നീ എന്റെയാണ്. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവളുടെ സാരിത്തുമ്പിൽ അവന്റെ പിടി വീണിരുന്നു. ഒരു നല്ല കലാകാരനെ പോലെ അവൻ അവളെ മൂടിയിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. കടഞ്ഞെടുത്ത ശില്പം പോലെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും അവന്റെ പ്രണയം പൂർണ്ണമായും ശരീരത്തിനോടുള്ള ദാഹമായി മാറിയിരുന്നു. പതിയെ പതിയെ തുടങ്ങിയ പ്രണയത്തിന്റെ പേമാരി ഒരു താണ്ഡവമാകാൻ പിന്നെ സമയം വേണ്ടി വന്നില്ല. അവളെ തൊട്ടും തലോടിയും ഉമ്മവെച്ചും താലോലിച്ചും അവൻ അവളെ മെല്ലെ പ്രണയത്തിന്റെ മൂർധന്യത്തിൽ കൊണ്ടെത്തിച്ചു. മതിമറന്നൊരു പ്രണയവേഴ്ചയ്ക്കായി. അവസാനം പ്രണയം പൂർണ്ണമായും ഭ്രാന്തമായ നേരത്ത് അല്പം വേദനയോടെ തന്നെ അവൻ അവളെ സ്വന്തമാക്കി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ രാത്രിയിൽ ദേവിയെ യദു തന്റേതാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. നന്ദി.